തിരുവള്ളൂർ പഞ്ചായത്തിന് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ സൗജന്യമായി നൽകിയ സ്ഥലത്തോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ കെട്ടിട നമ്പർ നൽകുന്നില്ലെന്ന പരാതിയുമായി സ്ഥല ഉടമകൾ. ബസ് സ്റ്റാൻഡിനായി സ്ഥലം നൽകുമ്പോൾ കെട്ടിടത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന ഉറപ്പിന്മേലാണ് സൗജന്യമായി സ്ഥലം അനുവദിച്ചതെന്ന് ഉടമകൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ പണിയുന്ന കെട്ടിടത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് ഉടമ്പടികൾ എഴുതി ചേർത്തതായി ഉടമകൾ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരെ പലതവണ ബന്ധപ്പെട്ടിട്ടും കെട്ടിട നമ്പർ ലഭിക്കുന്നില്ല എന്നും ഇവർ ആരോപിച്ചു. ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആദ്യപടിയായി ചീഫ് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും ഇവർ പറഞ്ഞു. മുഹമ്മദ്, ടി.കെ. അഹമ്മദ് ഹാജി, ടി.കെ. അബു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്തിൽ നിന്ന് 40 സെന്റ് സ്ഥലമാണ് 2008 ജനുവരിയിൽ പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത്. സ്റ്റാൻഡിന് ചുറ്റും 3 ഭാഗങ്ങളിലായി ഇവരുടെ ഉപജീവനത്തിന് കെട്ടിടം നിർമ്മിക്കാമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. കെട്ടിടം നിർമ്മിച്ചിട്ട് 3 വർഷം കഴിഞ്ഞെങ്കിലും നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. ബസ് സ്റ്റാൻഡ് പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. സ്ഥലം ദാനമായി നൽകിയ ആധാരത്തിലെ ചില വ്യവസ്ഥകൾ പഞ്ചായത്തിന്റെ താൽപര്യത്തിന് എതിരായതിനാൽ പ്രസ്തുത ആധാരവും കരാറും റദ്ദാക്കണമെന്നാണ്. പകരം പഞ്ചായത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന വിധത്തിൽ പുതിയ ആധാരവും കരാറും ഉണ്ടാക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. 2007 തിരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഇന്നത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഞാനുമായി സംസാരിക്കുകയും തിരുവള്ളൂരിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണം എന്നതുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവള്ളൂർ പഞ്ചായത്ത് ഹാളിൽ ഇരുന്നു കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് പഞ്ചായത്തിന് സ്ഥലം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എത്തുകയും അതുപ്രകാരം പഞ്ചായത്തിന് ആവശ്യമായ സ്ഥലം യാതൊരു പ്രതിഫലവും വാങ്ങാതെ ദാനമായി പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് 2007 അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ അച്യുതാനന്ദൻ തറക്കല്ലിടുകയും ചെയ്തു. അതിനുശേഷം ചുറ്റും ബസ് സ്റ്റാൻഡിന് കൊടുത്ത സ്ഥലവും കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി ചുറ്റും കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നമ്പറിന് അപേക്ഷ നൽകിയപ്പോൾ കുറുക്കു ന്യായങ്ങളും മറ്റു പല ഒഴിവ് കഴിവുകളും പറഞ്ഞിട്ട് നമ്മൾ 2008 കൊടുത്ത ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദാനമായി നൽകിയ ആധാരമാണ് പഞ്ചായത്തിന്. ആ ആധാരം ഇപ്പോൾ പറയുന്നത് ആ ആധാരം റദ്ദ് ചെയ്ത് പുതിയ ആധാരം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ കൊടുത്ത ബിൽഡിങ്ങിന് കൊടുത്ത നമ്പർ തരാൻ നിർവാഹമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അന്നത്തെ പഞ്ചായത്തിൻ്റെ ആളുകളും ഞങ്ങളും ഇരുന്ന് എല്ലാ നിലക്കും തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാനമായി അന്ന് വാങ്ങിക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ് 10-13 കൊല്ലത്തിന് ശേഷം അന്ന് ചെയ്തു കൊടുത്ത ആധാരങ്ങൾ റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്.